أعوذ بالله من الشيطان الرجيم. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية طعام مسكين، فمن تطوع خيرا فهو خير له، وأن تصوموا خير لكم إن كنتم تعلمون. أياما معدودات എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ, അയ്യാം എന്നത് ളർഫ് സമാനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മഅദൂദാത്തിൻ എന്നത് അത് നഅത്താകുന്നു എന്നും പറയുകയുണ്ടായി. فمن كان منكم فمن كان منكم فمن كان എന്നാൽ ആരെങ്കിലും ആയിരുന്നാൽ എന്നാണ്. فمن كان منكم അപ്പോൾ അത് അർത്ഥത്തിന്റെ അക്ഷരമാണ്. അർത്ഥമാണ്. മൻ ഇസ്മു ശർത്ത് ജാസിമാണ്. اسم شرط جازمان من هذا سكون المبنية. رفعنا സ്ഥാനത്ത് വരുന്നത് മുബ്തദ ആയതുകൊണ്ട്. فمن كان منكم فمن كان ആയിരുന്നു. അപ്പോൾ മൻ ആരെങ്കിലും, കാന ആയിരുന്നാൽ, ഫമൻ കാന അപ്പോൾ ആരെങ്കിലും ആയിരുന്നാൽ, കാന ഫിഅ്ൽ മാദി. على الفتح في محل ജസ്മിന്റെ സ്ഥാനത്താണ് വരുന്നത്. മൻ എന്ന ഇസ്മു ഷർത്തിന് ശേഷം വരുന്നതാണ്. അതുകൊണ്ട് അത് ജസ്മിന്റെ സ്ഥാനത്താണ്. കാരണം അത് ഫിഅ്ലു ഷർത്താണ്. فمن كان منكم നിങ്ങളിൽ നിന്ന്, മിൻ ഹർഫ് ജറാണ്. കും എന്നത് ളമീർ
مبنيان في محل ജറിന്റെ സ്ഥാനത്താണ് വരുന്നത്. ومن كان منكم കാന എന്നതിലുള്ള അതിന്റെ ഇസ്മായി വരുന്നത് കാന എന്നതിൽ അടങ്ങിയിട്ടുള്ള ഹുവയാണ്. ഹുവ കാന എന്ന പേരിൽ അടങ്ങിയിട്ടുള്ള വമീർ മുസ്തത്തിറായ ഹുവയാണ് ഇസ്മ കാന. അതിന്റെ ഖബറാണ് മരീദ്. അതുകൊണ്ടാണ് മരീദൻ. ഖബർ കാന മൻസൂബ് മരീദൻ. من كان منكم مريضا أو അല്ലെങ്കിൽ حرف شرط حرف عطف أو على حرف على سفر كان منكم مريضا أو على سفر إن مريم بسفر اسم مجرور على سفر. فعدة من أيام أخر فمن كان ആരെങ്കിലും അല്ലേ ആയിരുന്നാൽ فعدة فاعل رابطة لجواب الشرط. فعدة أقول عدة എണ്ണം അത് മുബ്തദഅാണ് മർഫൂഅ. ഫഇദത്തുൻ മിൻ ഹർഫ് ജറ. അയ്യാം എന്ന് പറഞ്ഞാൽ അയ്യാമിൻ മിൻ അയ്യാമിൻ ഹർഫ് ഇസ്മ മജ്റൂറ. അതായത് യൗമിൻ ജംആണ് അയ്യാം. യൗമിന്റെ ജംആണ് അയ്യാം. അയ്യാമിൻ ഉഖർ أيام أخرى. أخر എന്ന് പറയുമ്പോൾ ആഖറുൻ ജംഉ ആഖറൂന. ആഖറുൻ മറ്റുള്ള ഏകവചനാണ്. മറ്റുള്ളവൻ അതാണ് ആഖർ മുതക്കറായി വരുന്നത്. അതിന്റെ ജമാഅത്ത് ആഖറൂന. എന്നാൽ അതിന്റെ മുഅന്നസാണ് ഉഖ്റ. അതിന്റെ ബഹുവചനമാണ്
എന്നതിന്റെ ജമാണ് അത്. ഖറയാത്ത് എന്നും പറയും. ആഖർ എന്നതിന്റെ ആഖറൂന, അതുപോലെ തന്നെ അവാഖിറുൻ, ഇതൊക്കെ അതിന്റെ ജമഅലിൽപ്പെട്ടതാണ്. ഉഖാ എന്നതിന്റെ ജമാണ് ഇവിടെ പറയുന്ന ഉഖറു എന്നത്. അയ്യാമിൻ ഉഖർ, യഥാർത്ഥത്തില് ഇവിടെ ഉഖർ തസ്ലീഫ് മംനൂആയ ഒരു പദമാണ്. അതുകൊണ്ട് അയ്യാമിൻ എന്നതിന്റെ നഅത്ത് തന്നെയാണ് ഉഖർ. അത് നഅത്ത് മജ്റൂറാണ് ലിൽ ഫത്ഹ. عدة من أيام أخرى. وعلى الذين يطيقونه فدية طعام مسكين. وعلى الذين وحرفان فلا حرف جران. الذين اسم موصول فتح المبنية في محل جر. وعلى الذين يطيقونه، طاق يطيق. يطيق إطاقة مصدر. مطيق എന്നതിന്റെ ഫാഇലായി വരാം. ഒരു കാര്യം അതിന്റെ കഴിവ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും കൂടുതലുള്ളൊരു കാര്യം ചെയ്യുന്നതിനെയാണ് അത്താഖ യുതീഖു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ الذين يطيقونه، أطاق يطيق يطيقون غائب جمع مذكر يطيقون. الفعل مضارع فعل مضارع مرفوع. يطيقون يطيقون. واو الجماعة
فاعل ضمير مبني على السكون في محل رفع فاعل പിന്നെ യുതീഖൂനഹു അതിനെ സാധിക്കുന്ന ഓർക്കുന്നതാണ് യുതീഖൂന. വല്ലദീന യുതീഖൂനഹു എന്ന് മൊത്തം പറയുമ്പോൾ അതിന് സാധിക്കുന്നുണ്ടാകുന്നവരുടെ മേൽ എന്നർത്ഥം. അവിടെ യുതീഖൂനഹു ഹു എന്നത് മുനീറാണ്. ضمير مبني على الضم في محل نصب مفعول به. فدية طعام مسكين. فدية എന്നത് പ്രായശ്ചിത്തം. ഫിദിയത്തുൻ അത് മുബത്തദ ഓഫറായിട്ട് വന്നതാണ്. അതായത് ഫിദിയത്തുൻ അലല്ലദീന യുതീഖൂനഹു. അലല്ലദീന യുതീഖൂനഹു അത് ഖബർ മുഖദ്ദമായിട്ടും ഫിദിയത്തുൻ എന്നത് മുബത്തദ മുഅഖറായിട്ടുമാണ് മനസ്സിലാക്കേണ്ടത്. ഫിദിയത്തുൻ തആമു മിസ്കീനിൻ. ഫിദിയത്തുൻ തആമു മിസ്കീൻ വഅല അല്ലദീന യുതീഖൂനഹു. അതിന് സാധിപ്പുണ്ടാകുന്നവരുടെ മേൽ ഫിദിയത്തുൻ ഒരു ദണ്ഡമുണ്ട്, ഒരു പ്രായശ്ചിത്തമുണ്ട്. ആ പ്രായശ്ചിത്തം തആമു മിസ്കീനിൻ. അപ്പോൾ ഫിദിയത്തുൻ എന്നതിന്റെ ബദലാണ് തആമു മിസ്കീൻ. തആമു ബദല് മർഫൂആണ്. തആമു മിസ്കീനിൻ. മിസ്കീൻ എന്നത് മുളാഫ് ഇലൈഹി മജ്റൂർ. ഒരു സാധുവിന്റെ ഭക്ഷണം. തആമു മിസ്കീനിൻ ഒരു സാധുവിന്റെ ഭക്ഷണം. ഫമൻ തതവഅ ഖൈറൻ. فمن تطوع خيرا فهو خير له. فأدفع من اسمه شرطة. مبتدأ في محل رفع. تطوع ومن تطوع സ്വമേധയാ ചെയ്യാം. ഒരു വളണ്ടിയറായിക്കൊണ്ട് ആരെ നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല. കുറച്ചുകൂടി കൂടുതൽ പുണ്യം ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് സ്വമേധയാ ചെയ്യുക. സ്വയം ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുക എന്നതാണ്. ഫമൻ തതവഅ മാദിയാണ്. ത്വാഅ എന്നതിൽ നിന്നുണ്ടാകുന്ന
തഫഅല വസ്നാണ് തതവ്വഅ. تتطوع فعل ماضي، فعل ماضي مبني على الفتح. خيرا من تطوع خيرا. هذه نقول خيرنا سميت هياتي ذات مفعول به منصوبة، فهو خير له. فهو قد رابطة لجواب الشرط. فهو أقول هذا الضمير مبني على الفتح في محل رفع مبتدأ. فمن تطوع خيرا فهو خير له. فهو من المبتدأ خير هذا خبر مرفوع له لحرف جران هو എന്നത് ضمير مبني على الضم في محل جر. وأن تصوموا خير لكم. وأن تصوموا خير لكم. فمن تطوع خيرا ആരെങ്കിലും ഒരു ഖൈർ ചെയ്യുവാൻ സ്വമേധയാ فهو خير له അയാൾക്ക് ഉത്തമമാകുന്നു. وأن تصوموا خير لكم നിങ്ങൾക്ക് നോമ്പെടുക്കലാണ് നല്ലത്. وأن تصوموا അത് ഹർഫ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇസ്തിനാഫാണെന്ന് പറയാം. أن أننا حرف مصدر ونصب. وأن تصوموا صام يصوم. صام يصوم. يصومون تصومون فعل مضارع هذا حاضر مذكر جمع تصومون. أن എന്ന ഹർഫ് മസ്ദർ അതിന് മുൻപ് വന്നപ്പോൾ അത് നസ്ബ് ചെയ്യപ്പെടുന്നു. تصومون എന്നത് നൂനിനെ ഹദഫ് ചെയ്യുന്നു. അതുകൊണ്ട് അൻ തസൂമു ആയി മാറും. തസൂമു ഫിഅൽ മുദാരി മൻസൂബാണ് എന്ന് പറയാം. ഫിഅൽ മുദാരി മൻസൂബ. അൻ തസൂമു തസൂമൂന എന്ന നൂന് നഷ്ടപ്പെടുന്നു അൻ വന്നതുകൊണ്ട്.
തസൂമു എന്നത് അന്ന് തസൂമു അത് മസ്ദർ മുഅവ്വൽ അവിടെ രൂപപ്പെടുന്നത് അസ്സൗമാണ്. അന്ന് തസൂമു എന്നുള്ളതിന് വസ്സൗമു ഖൈറുൻ ലക്കും, വസ്സൗമു ഖൈറുൻ ലക്കും. അവിടെ സൗമു മുബ്തദവും മസ്ദർ മുഅവ്വൽ ഉണ്ടാകുന്ന മുബ്തദവും അതിനുശേഷം ഉണ്ടാകുന്ന ഖബറുമാണ് ഖൈർ. അപ്പൊ ഖൈർ എന്ന് പറയുന്നത് അത് ഖബറാണ്. അതിലെ മുബ്തദ ഏതാണെന്ന് ചോദിച്ചാൽ അൻതസൂമു എന്നതിൽ നിന്നുണ്ടാകുന്ന മസ്ദർ മുഅവ്വലാണ്. മുഅവ്വൽ എന്നാണ് മസ്ദർ മുഅവ്വൽ. അൻതസൂമു നിങ്ങൾ നോമ്പ് നോൽക്കൽ. ആ നോമ്പ് നോൽക്കൽ എന്ന് പറയുന്നത് വസ്സൗമു നോമ്പ് ഖൈറുൻ ലക്കും. ലക്കും എന്നത് ലി ഹർഫ് ജറ കും ضمير صوموا خير لكم إن كنتم تعلمون. إن هذا حرف شرط لازم. إن هذا حرف شرط عن شاشة ورنا فعلنا جزم جيم. وكنتم كانوا كانتا كنا كنتما كنتم. فعل ماضي أنا على السكون مبني على السكون. إن كنتم أردتم هذا ضمير مبني على السكون في محل رفع. لا كان ليس مايل. إن كنتم نزل كان فعل ماضي مبني على السكون هذا في محل جزمة. കാരണം അതിന് മുമ്പിൽ ഇൻ എന്ന ഈ ജസ്മിന്റെ ഹർഫ് വന്നതുകൊണ്ട് ഇൻ കുന്തും തഅലമൂന നിങ്ങൾ അറിയുന്നു. ഇൻ കുന്തും തഅലമൂൻ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ في المضارع مرفوع. അടുത്ത ആയത്തിലേക്ക് റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണമായി മുഹമ്മദ് മൗലവി നൽകിയ വിശദീകരണം എന്താകുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخرى
وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ നോമ്പ് നിയമമാക്കിയതും അത് സംബന്ധിച്ച കുറെ കാര്യങ്ങളുമാണ് ഈ വചനങ്ങളുടെ ഉള്ളടക്കം. അവയിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കിവിടെ ഒരു സാമാന്യ വീക്ഷണം നടത്താം. താഴെ പറയുന്ന കാര്യങ്ങൾ ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. 1. വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് നോമ്പ് നിങ്ങളിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നത്. അതിനാൽ ഓരോ സത്യവിശ്വാസിക്കും നോമ്പ് നിർബന്ധമാകുന്നു. പ്രത്യേകം ഒഴിവ് നൽകപ്പെട്ടവർ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവുള്ളൂ. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, ഭിന്നാഭിപ്രായമില്ല. 2. ഭക്ഷണപാനീയങ്ങളും സ്ത്രീ സംസർഗവും ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതമാണ് ഇസ്ലാമിലെ നോമ്പ്. ഇത് പൊതുവെ എല്ലാവർക്കും അല്പം പ്രയാസകരമായ ഒന്നാണെന്ന് പറയേണ്ടതില്ല. ആ നിലക്ക് ഇതൊരു ഭാരപ്പെട്ട നിയമമായി കരുതപ്പെടുവാൻ കാരണമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായ നിങ്ങൾക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ട ഒരു നിയമമല്ല ഇതെന്നും മുൻ സമുദായങ്ങളിലും നോമ്പ് നിയമിക്കപ്പെട്ടിരുന്നുവെന്നും നിർണയം ചെയ്യപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രമേ നോമ്പ് നോൽക്കേണ്ടതുള്ളൂ എന്നുമൊക്കെ പ്രസ്താവിച്ചിരിക്കുന്നത് ഈ മനപ്രയാസം നീക്കം ചെയ്യാൻ വേണ്ടിയാകുന്നു. 3. മുൻ സമുദായങ്ങളിൽ നിയമിക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മുൻ സമുദായങ്ങളുടെ നോമ്പും ഈ സമുദായത്തിന്റെ നോമ്പും എല്ലാ വിശദാംശങ്ങളിലും യോജിച്ചിരിക്കണമെന്നില്ല. രണ്ടും തമ്മിൽ അല്പമൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നതിന് വിരോധമില്ല. 4. നോമ്പ് കൊണ്ട് സാധിക്കുവാനുള്ള ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടി എന്നാകും. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പാലിക്കുക വഴി ഭയഭക്തി ഉള്ളവരായിരിക്കുക എന്നതിലെ സൂക്ഷ്മത പാലിക്കൽ കൊണ്ട് വിവക്ഷ. ഇക്കാര്യം ഒന്നിലധികം പ്രാവശ്യം മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അവന്റെ ശരീരേച്ഛകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണല്ലോ. നോമ്പാകട്ടെ ആ രണ്ടിനെയും നിയന്ത്രിക്കുന്നതാണ് താനും. അതുകൊണ്ടാണ് വിവാഹം ചെയ്യുവാൻ കഴിവില്ലാത്ത യുവാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാൻ ഉപദേശിച്ചതും നോമ്പ് പാപങ്ങളെ തടുക്കുന്ന ഒരു പരിചയമാണെന്ന് പറഞ്ഞതും. നോമ്പ് നോൽക്കുവാൻ 1-2 നോമ്പ് നോൽക്കുമ്പോഴേക്കും അത് ശാരീരിക വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തണമെന്നല്ല ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. നോമ്പ് പൊതുവായി നോൽക്കുന്ന പക്ഷം ശരീരവും ആത്മാവും മനസ്സുമെല്ലാം സ്വയം നിയന്ത്രിതമാകുമെന്ന് തീർച്ച തന്നെ. കേവലം ശാരീരികമായ പരിശീലനമോ ആരോഗ്യകരമായ ഒരു ശുദ്ധീകരണമോ മാത്രമല്ല നോമ്പ്. മാനസികവും ആത്മീയവുമായ വമ്പിച്ച നേട്ടങ്ങളും അത് മുഖേന സിദ്ധിക്കുന്നുണ്ട്. പക്ഷേ നോമ്പ് നാമമാത്രമായാൽ പോരാ, ശരിയായ അർത്ഥത്തിൽ തന്നെയുള്ളതായിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൂണ്ടിക്കാട്ടിയത്. അക്രമം പറയുന്നവനും പ്രവർത്തിക്കുന്നവരും ആർ ഉപേക്ഷിച്ചിട്ടില്ലയോ അവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അല്ലാഹുവിന് ഒരാവശ്യവുമില്ല. എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ റമദാൻ മാസത്തിലെ ദിവസങ്ങളാണെന്ന് 3-ാമത്തെ വചനം കൊണ്ട് വ്യക്തമാണ്. അധികകാലമൊന്നുമില്ല, കുറച്ച് ദിവസങ്ങളെ വേണ്ടതുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നോമ്പിന്റെ ഭാരം കുറച്ച് കാണിക്കുകയാണ് ആ വാക്ക് ചെയ്യുന്നത്. രോഗികളെയും യാത്രക്കാരെയും നോമ്പിന്റെ നിർബന്ധത്തിൽ നിന്ന് അല്ലാഹു ഒഴിവാക്കിയിരിക്കുന്നു. എന്നാൽ രോഗവും യാത്രയും ഏത് തരത്തിലുള്ളതായിരിക്കണമെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അവ നിമിത്തം എത്ര ദിവസം നോമ്പ് വിട്ടുപോയോ അത്ര എണ്ണം മറ്റു ദിവസങ്ങളിലായി അത് നോറ്റുകൂട്ടണമെന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നോമ്പ് പിടിക്കുവാൻ കഴിയാതിരിക്കാത്തോ നോമ്പ് നോൽക്കുന്ന പക്ഷം ശരീരത്തിനോ അവയവങ്ങൾക്കോ വല്ല കേടുപാടും സംഭവിക്കാവുന്നതോ ആയ രോഗമായിരിക്കണമെന്നും നമസ്കാരം ചുരുക്കി നമസ്കരിക്കുവാൻ അനുവദിക്കപ്പെടുന്നത്ര ദൂരയാത്രയായിരിക്കണമെന്നുമാണ് പല പണ്ഡിതന്മാരും പറഞ്ഞു കാണുന്നത്. നമസ്കാരം ഖസറാക്കാനുള്ള ദൂരം നിർണ്ണയിക്കുന്നതിലാണെങ്കിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് കാണും. അവയിൽ ഇന്നത് മാത്രമാണ് ശരിയായതെന്ന് തീരുമാനിക്കപ്പെട്ട തെളിവുകളില്ലാത്ത സ്ഥിതിക്കും അല്ലാഹു ഒരു ഉപാധിയും സൂചിപ്പിച്ചിട്ടില്ലാത്ത സ്ഥിതിക്കും സാധാരണ പതിവനുസരിച്ച് രോഗി എന്നും യാത്രക്കാരൻ എന്നും ശരിയായ അർത്ഥത്തിൽ പറയപ്പെടത്തക്ക രോഗവും യാത്രയും ഉണ്ടായാൽ മതിയാകും എന്നത്തെ മറ്റൊരു അഭിപ്രായം. ഇതാണ് കൂടുതൽ ന്യായയുക്തമായി തോന്നുന്നത്. അല്ലാഹുവിനറിയാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. അങ്ങാടിയിൽ സാമാനം വാങ്ങാൻ പോകുന്നവനും അല്പം ജലദോഷം പിടിപെട്ടവനുമൊക്കെ യാത്രക്കാരനും രോഗിയുമായി കണക്കാക്കാമെന്നും അവർക്കൊക്കെ നോമ്പിൽ നിന്ന് ഒഴിവാകാമെന്നും വരെ ഇതിന് വ്യാഖ്യാനിച്ചുകൂടാത്തതാകുന്നു. രോഗിക്കും യാത്രക്കാരനും ഇളവ് നൽകിയതിലുള്ള ഒരു തത്വം അവർക്ക് നോമ്പ് നോൽക്കുവാൻ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിഷമമാണല്ലോ. വിഷമമാവട്ടെ തിട്ടപ്പെടുത്തി അളന്ന് കണക്കാക്കാവുന്ന കാര്യവുമല്ല. മാത്രമല്ല വിഷമമുണ്ടെങ്കിൽ എന്നൊരു ഉപാധി അല്ലാഹു പ്രസ്താവിച്ചിട്ടുമില്ല.
ഹദീസിലും അത് വ്യക്തമാക്കപ്പെട്ട് കാണുന്നില്ല. അതുകൊണ്ട് നോമ്പിന് ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലെങ്കിലും രോഗിക്കും യാത്രക്കാരനും നോമ്പ് ഒഴിവാക്കുന്നതിന് വിരോധമില്ലെന്നും ബുദ്ധിമുട്ടുള്ള പക്ഷം നോമ്പ് ഉപേക്ഷിക്കുക തന്നെ വേണമെന്നും മൊത്തത്തിൽ മനസ്സിലാക്കാം. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നതും ചില ഹദീസുകൾ താഴെ ഉദ്ധരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. വഅലല്ലദീന യുതീഖൂനഹു, നോമ്പിന് സാധിപ്പുണ്ടാകുന്നവരുടെ മേൽ ദണ്ഡം കടമയുണ്ട്, പ്രായശ്ചിത്തം കടമയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പകരത്തെ പറ്റി രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഭൂരിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും സ്വീകരിച്ച അഭിപ്രായം ഇങ്ങനെയാകുന്നു: നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ സത്യവിശ്വാസികൾക്ക് അത് കുറെ പ്രയാസകരമായി അനുഭവപ്പെട്ടിരുന്നു. ഇതര രണ്ടാം കൊല്ലത്തിൽ യുദ്ധ നിയമം അവതരിപ്പിക്കുന്നതിന് അല്പം മുമ്പായിരുന്നു നോമ്പിന്റെ നിയമം ആയത്. അതുകൊണ്ട് അള്ളാഹു അവർക്ക് അന്ന് അനുവദിച്ചു കൊടുത്ത ഒരു ഇളവായിരുന്നു അത്. അതായത് നോമ്പ് പിടിക്കുവാൻ കഴിവുള്ളവർക്ക്, രോഗികളും യാത്രക്കാരും അല്ലാത്തവർക്ക് നോമ്പ് നോൽക്കുകയോ നോമ്പിന് പകരം ഓരോ ദിവസത്തിനും ഓരോ സാധുവിന്റെ ഭക്ഷണം വീതം ഖണ്ഡമായി കൊടുക്കുകയോ ചെയ്താൽ മതിയായിരുന്നു. അതേസമയം നോമ്പ് നോൽക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്നും അറിയിച്ചിരുന്നു. നോമ്പ് പിടിക്കാതെ ദണ്ഡം കൊണ്ട് മതിയാക്കുന്നവർ പിന്നെ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമില്ല. ഇതാണ് ആ വാക്യത്തിന്റെ താല്പര്യം. പിന്നീട് ഒരു കൊല്ലത്തിന് ശേഷമാണെന്ന് പറയപ്പെടുന്നു. അടുത്ത വചനത്തിൽ ആ മാസത്തിൽ ആർ ഹാജറുണ്ടോ അവൻ അതിൽ നോമ്പ് നോൽക്കട്ടെ എന്ന് അവതരിപ്പിച്ചതോടെ ഈ ഇളവ് ദുർബലപ്പെട്ടു പോവുകയും നോമ്പ് നോൽക്കുക തന്നെ വേണമെന്ന് നിയമമാക്കപ്പെടുത്തുകയും ചെയ്തു. ഇസ്ലാമിലെ മറ്റു പല നിയമങ്ങളിൽ നിന്നതുപോലെ നോമ്പിന്റെ നിയമവും ക്രമേണയായിട്ടാണ് സ്ഥിരപ്പെടുത്തപ്പെട്ടത്. ഈ അഭിപ്രായത്തിന് ആസ്പദമായ ഹദീസ് ഇതാകുന്നു: സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഇപ്രകാരം വന്നിട്ടുണ്ട്: വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ, സാധിപ്പുണ്ടാകുന്നതിന് മേൽ ദണ്ഡമുണ്ട് എന്ന വചനം അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളിൽ നോമ്പ് നോൽക്കുവാൻ ഉദ്ദേശിച്ചവർ നോൽക്കുകയും നോമ്പ് വിട്ടുകളയാൻ ഉദ്ദേശിച്ചവർ വിട്ടുകളയുകയും പ്രായശ്ചിത്തം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിന്റെ ശേഷമുള്ള ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു, ആ മാസത്തിൽ ഹാജരുള്ളവർ നോമ്പ് നോൽക്കട്ടെ എന്ന വചനം അവതരിച്ച് അതിനെ നസ്ഖ് ചെയ്യുന്നത് ദുർബലപ്പെടുത്തുന്നത് വരെ അങ്ങനെ ചെയ്തു വന്നു. രണ്ടാമത്തെ അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലായവരുടേതാണ്. നോമ്പിന് കഴിവുള്ളവർ ദണ്ഡം കൊടുക്കണമെന്ന് പറഞ്ഞത് വാർദ്ധക്യം മൂലം നോമ്പ് നോൽക്കുവാൻ പ്രയാസം നേരിടുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോമ്പ് മൂലം ഗർഭസ്ഥ ശിശുവിന് ദോഷം ബാധിക്കുമെന്ന് കാണുന്ന ഗർഭിണികളും മുല കുടിക്കുന്ന കുട്ടിക്ക് ദോഷം ബാധിക്കുമെന്ന് കാണുന്ന മാതാക്കളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് വേറെ ചിലരിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇമാം റാജിബ് പ്രസ്താവിച്ചതുപോലെ അല്പം വിഷമം സഹിച്ചുകൊണ്ട് മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നത് എന്നാണ് തോഹത്ത് എന്നതിന്റെ അർത്ഥം. ഈ മൂലത്തിൽ നിന്നുള്ള ക്രിയയാണ് യുതീഖു. അതോടുകൂടി യുതീഖൂന അല്ലെങ്കിൽ യുതവഖൂന എന്നും മറ്റും ഇവിടെ വായനയുണ്ട്. ഞെരുങ്ങി കഴിവുണ്ടാക്കുക എന്നതാണ് ഇതിനർത്ഥം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലദീന യുതീഖൂനഹു എന്ന വാക്കിന് അതിന് ഞെരുങ്ങി കഴിവുണ്ടാകുന്നവർ എന്ന് നാം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. മേൽക്കണ്ട അഭിപ്രായങ്ങളും അവയുടെ തെളിവുകളും ഉദ്ധരിച്ച ശേഷം ഇമാം ഇബ്നു ജരീർ ചെയ്ത ഒരു പ്രസ്താവനയുടെ പ്രസക്ത ഭാഗം ഇവിടെ ഉദ്ധരിക്കാം. വഅലല്ലദീന യുതീഖൂനഹു എന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും നല്ല അഭിപ്രായം അത് മൻസൂഖാകുന്നു എന്നുള്ളതാകുന്നു. കാരണം നോമ്പിന് കഴിവുണ്ടാകുന്നവരുടെ മേൽ ദണ്ഡം കൊടുക്കൽ നിർബന്ധമാണെന്ന് വരികയും അതേസമയം യാത്രക്കാരല്ലാത്ത ആരോഗ്യവാന്മാരായി നാട്ടിൽ വസിക്കുന്നവരിൽ നോമ്പിന് കഴിവുള്ളവരെല്ലാം നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്നും നോമ്പ് നോൽക്കാതെ ദണ്ഡം കൊടുക്കുന്നത് അനുവദനീയമല്ലെന്നും മുസ്ലിങ്ങളെല്ലാം ഏകോപിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ആ വചനം മൻസൂഖാണെന്ന് തീർച്ചയാണ്. മാത്രമല്ല ഇതിനെ ബലപ്പെടുത്തുന്ന തെളിവുകൾ മുആദ് ഇബ്നു ഉമർ, സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഇതിനു മുമ്പ് നാം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ ഇങ്ങനെ പറയാം: നോമ്പ് പിടിക്കുവാൻ പ്രയാസമുള്ള കിഴവന്മാരും കിഴവികളും നോമ്പ് നോൽക്കേണ്ടതില്ല. കഴിവുള്ള പക്ഷം ഓരോ ദിവസത്തിനും ഒരു സാധുവിന്റെ ഭക്ഷണം ദണ്ഡം കൊടുക്കണം. പിന്നീട് നോറ്റ് കൂട്ടുന്ന പ്രശ്നം അവരെ ബാധിക്കുന്നില്ല. ഗർഭത്തിലിരിക്കുന്നതോ മുല കുടിക്കുന്നതോ ആയ ശിശുക്കളെ പറ്റിയോ സ്വന്തം ദേഹങ്ങളെ പറ്റിയോ നോമ്പ് മൂലം ദോഷം ഭവിക്കുമെന്ന് ഭയപ്പെടുന്ന സ്ത്രീകളും നോമ്പ് പിടിക്കേണ്ടതില്ല. പക്ഷേ ദണ്ഡം കൊടുത്താൽ മതിയെന്നും അതല്ല സാധ്യമാകുമ്പോൾ നോറ്റ് വീട്ടുക കൂടി വേണ്ടതുണ്ടെന്നും ദണ്ഡം വേണ്ടതില്ല നോറ്റ് വീട്ടുകയാണ് വേണ്ടത് എന്നും അഭിപ്രായങ്ങളുണ്ട്.
വിശദീകരണങ്ങൾക്കും ഓരോന്നിന്റെയും ന്യായങ്ങൾക്കും ഇവിടെ മുതിരുന്നില്ല. രോഗികളെയും യാത്രക്കാരെയും സംബന്ധിച്ച് അല്ലാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രായം തികയാത്ത കുട്ടികൾക്ക്, വിശേഷ ബുദ്ധിയില്ലാത്തവർക്കും നോമ്പും മറ്റും നിർബന്ധമില്ലെന്നുള്ളതിലും തർക്കമില്ല. ഇപ്പറഞ്ഞവരല്ലാത്ത ആളുകളെല്ലാം റമദാൻ നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടില്ല. ഈ അടുത്ത കാലത്ത് മാത്രം ചിലർ മേൽപ്പറഞ്ഞ യഥാർത്ഥങ്ങളൊന്നും വകവെക്കാതെ ഈ വാക്യത്തിന്റെ ബാഹ്യാർത്ഥം മാത്രം കണക്കിലെടുത്തുകൊണ്ട് റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുകയോ പകരം ദണ്ഡം കൊടുക്കുകയോ ചെയ്താൽ മതിയെന്നാണ് ഇസ്ലാമിലെ വിധി എന്ന് സമർത്ഥിക്കാറുണ്ട്. തങ്ങൾക്കല്ലാതെ മുമ്പുള്ളവർക്കൊന്നും ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ ഖുർആന്റെ സിദ്ധാന്തങ്ങൾ വിലയിരുത്തുവാനോ കഴിഞ്ഞിട്ടില്ലെന്ന ഒരു പൊങ്ങച്ച ഭാവം കൂടി ഇവരുടെ വാക്കുകളിൽ പ്രകടമാകുന്നു. ആധുനിക ലഹരി, ഭൗതിക ചിന്താഗതി, പുത്തനഭിപ്രായങ്ങളുടെ ജനശ്രദ്ധ ആകർഷിക്കുവാനുള്ള താല്പര്യം ആദ്യകാലയാണ് ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾക്ക് പിന്നിലുള്ളതെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. മതവിശ്വാസികളിൽ പോലും മതബോധം നശിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് മതശാസനകളിൽ ഇതുപോലെ അയവ് ലഭിക്കുമാറുള്ള ഏത് അഭിപ്രായവും സ്വാഗതം ചെയ്യുവാൻ ഇക്കാലത്ത് ആളെ കിട്ടാതെ വരികയില്ലല്ലോ. ദണ്ഡം കൊടുക്കേണ്ടത് ഒരു സാധുവിന്റെ ഭക്ഷണമാണെന്നാണ് അല്ലാഹു പറഞ്ഞത്. അത് ഇന്നതരം ഭക്ഷണമായിരിക്കണമെന്നോ ഇത്ര അളവ് വേണമെന്നോ പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് സാധാരണഗതിയിൽ ഭക്ഷണമായി കരുതപ്പെടുന്ന ഭക്ഷ്യപദാർത്ഥവും സാധാരണഗതിയിൽ ഒരാൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടിവരുന്ന അളവും മതിയാകുമെന്ന് വെക്കുവാനാണ് ന്യായം. ഒരു ദിവസത്തെ നോമ്പിന്റെ സ്ഥാനത്താണ് ഈ പറഞ്ഞത്. കൂടുതൽ ദിവസത്തേക്ക് കൂടുതൽ സാധുക്കൾക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രായാധിക്യം നിമിത്തം നോമ്പ് പിടിക്കുവാൻ പ്രയാസമായി തീർന്നപ്പോൾ 1-2 കൊല്ലം ഓരോ ദിവസവും ഓരോ സാധുവിനും മാംസവും റൊട്ടിയും ഭക്ഷിക്കുവാൻ കൊടുത്തിരുന്നതായി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഒരാളുടെ ഭക്ഷണത്തിന് ഒരു മുദ്ദ് 2 കൈകളും ചേർത്ത് വാരിയാൽ കിട്ടുന്നത്ര ധാന്യം എന്ന് ചില മഹാന്മാർ കണക്കാക്കി കാണുന്നത് അതിന്റെ ഒരു ഏകദേശ നിർണയമാണെന്നാണ് മനസ്സിലാകുന്നത്. ഭക്ഷണം പാകം ചെയ്തായാലും മതി എന്നത്രേ അനസ് റളിയല്ലാഹുവിന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഒരു പൊതു തത്വമെന്ന നിലക്കാണ് ആരെങ്കിലും ഒരു നല്ല കാര്യം സ്വയമേവ ചെയ്യുന്നതായാൽ അത് അവന് ഉത്തമമായിരിക്കും എന്ന വാക്യം നിലകൊള്ളുന്നത്. എങ്കിലും സന്ദർഭം നോക്കുമ്പോൾ ഒരാളുടെ ഭക്ഷണത്തെക്കാൾ കൂടുതലായി വല്ലതും നൽകുകയോ അല്പം പ്രയാസം സഹിച്ചുകൊണ്ടാണെങ്കിലും നോമ്പ് തന്നെ പിടിക്കുകയോ അല്ലെങ്കിൽ നോമ്പ് പിടിക്കുന്നതോടൊപ്പം സാധുവിന്റെ ഭക്ഷണം നൽകുക കൂടി ചെയ്യുകയോ ചെയ്യുന്ന പക്ഷം അത് കൂടുതൽ പുണ്യപ്പെട്ടതാണ് എന്നായിരിക്കും അതിന്റെ താല്പര്യം. ദണ്ഡം കൊടുത്ത് നോമ്പിന്റെ നിർബന്ധത്തിൽ നിന്ന് ഒഴിവാകുന്ന അവസരത്തിൽ പോലും കഴിയുന്നതും നോമ്പ് നോൽക്കുവാൻ തന്നെ ശ്രമിക്കേണ്ടതാണെന്ന് അല്ലാഹു പ്രത്യേകം ഉണർത്തുന്നു. അൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമാകുന്നു. നോമ്പ് മൂലം ലഭിക്കുവാനുള്ള നേട്ടങ്ങളും പ്രതിഫലങ്ങളും അപേക്ഷിച്ചു നോക്കുമ്പോൾ അത് ദണ്ഡം മൂലം ലഭിക്കുവാനിരിക്കുന്ന ഗുണത്തേക്കാൾ വമ്പിച്ചതാണെന്നും തൽക്കാലത്തെ വിഷമവും പ്രയാസവും ഓർത്ത് ആ നന്മ നഷ്ടപ്പെടുത്തരുതെന്നും താല്പര്യം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാമെങ്കിൽ എന്ന വാക്ക് ഈ യാഥാർത്ഥ്യത്തെപ്പറ്റി ചിന്തിച്ചു നോക്കുവാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നോമ്പിന്റെ പ്രാധാന്യവും അതിന് അല്ലാഹു കൽപ്പിക്കുന്ന സ്ഥാനവും എത്ര വമ്പിച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാം. അവിടുന്ന് പറയുന്നു, മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾക്കും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടും. അല്ലാഹു പറയുന്നു, നോമ്പൊഴികെ അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അവൻ എന്റെ കാരണത്താൽ അവന്റെ ഇച്ഛയും ഭക്ഷണവും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇമാം ബുഖാരി, മുസ്ലിം. ബാക്കി ഭാഗം ഖുർആൻ എന്ന അടുത്ത ആയത്തിന്റെ വിശദീകരണം കേട്ടതിനു ശേഷം അതിന്റെ തഫ്സീറിലേക്കും അതുപോലെ മറ്റുള്ള വിശദാംശങ്ങളിലേക്കും നമുക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പദങ്ങൾക്കും ഓരോ പാരായണത്തിനും വമ്പിച്ച പ്രതിഫലമാണുള്ളത്. അത് കൃത്യമായി മനനം ചെയ്ത് അർത്ഥം മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം വളരെ മഹത്തരമാണ്. അതോടൊപ്പം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുണ്ടാകുന്ന കാര്യവുമാകുന്നു എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പഠിക്കുവാൻ നമ്മൾ പ്രത്യേകമായി സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി മുമ്പോട്ട് വരികയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.